നമസ്കാരം. ഗൾഫ് വാർത്തകളുമായി നിഷി മണികണ്ഠൻ. കനത്ത മഴ ദുരിതം വിതച്ച ദുബായിൽ ജനജീവിതം പൂർവ്വസ്ഥിതിയിലേക്ക് നീങ്ങിത്തുടങ്ങി. കരവ്യോമ ട്രെയിൻ ഗതാഗത സംവിധാനങ്ങളെല്ലാം മിക്കതും പുനഃസ്ഥാപിച്ചു. ദുബായ് വിമാനത്താവളം ഇന്നത്തോടെ പൂർണ്ണമായും പൂർവ്വസ്ഥിതിയിലാകുമെന്ന് അധികൃതർ അറിയിച്ചു. മഴയെ തുടർന്ന് ഇന്നലെ വരെ 1244 വിമാനങ്ങളാണ് ദുബായ് വിമാനത്താവളത്തിൽ നിന്ന് റദ്ദാക്കിയത്. 46 വിമാനങ്ങൾ വഴിതിരിച്ചുവിടുകയും ചെയ്തു. ഷാർജ വിമാനത്താവളത്തിൽ നിന്ന് എയർ അറേബ്യ വിമാനങ്ങൾ കഴിഞ്ഞ ദിവസം സർവീസ് ആരംഭിച്ചിരുന്നു. ദുബായ് ഷാർജ വിമാനത്താവളങ്ങളിൽ വലിയ തിരക്കാണ് ഇന്നലെ മുതൽ അനുഭവപ്പെടുന്നത്. മഴ മൂലം റദ്ദാക്കിയ വിമാനങ്ങളിലെ യാത്രക്കാർക്ക് ടിക്കറ്റ് തുക പൂർണ്ണമായും തിരിച്ചു നൽകുമെന്ന് ഫ്ലൈ ദുബായ് അറിയിച്ചു. ഷാർജയിൽ നിന്നുള്ള എയർ അറേബ്യയും റദ്ദാക്കിയ വിമാനങ്ങളിലെ യാത്രക്കാർക്ക് ടിക്കറ്റ് തുകയ്ക്ക് തുല്യമായ വൗച്ചർ തിരികെ നൽകും. ഇവ പിന്നീട് ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ ഉപയോഗിക്കാം. പണമായി വേണ്ടവർക്ക് അങ്ങനെ നൽകാനും സന്നദ്ധത അറിയിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമുണ്ടായ കനത്ത മഴയെ തുടർന്ന് ഷാർജയിലെ പല പ്രദേശങ്ങളും ഇപ്പോഴും വെള്ളത്തിനടിയിലാണ്. ഷാർജയിലെ അബുഷാഗര, അൽമജാസ്, അൽ ഖാസിമിയ എന്നീ പ്രദേശങ്ങളെല്ലാം വെള്ളത്തിലാണ്. മഴ തോർന്നിട്ടും ഈ പ്രദേശങ്ങളിൽ നിന്ന് വെള്ളം ഇറങ്ങിയിട്ടില്ല. മുനിസിപ്പാലിറ്റി അധികൃതർ വെള്ളക്കെട്ട് നീക്കാനുള്ള ശ്രമം തുടരുകയാണ്. ഈ പ്രദേശങ്ങളിലുള്ളവർക്ക് 2 ദിവസമായി താമസ സ്ഥലത്തുനിന്ന് പുറത്തിറങ്ങാൻ പോലും സാധിച്ചിരുന്നില്ല. ഭക്ഷണത്തിനായി സാമൂഹിക കൂട്ടായ്മകളെ ആശ്രയിക്കുകയാണ്. ശക്തമായി പെയ്ത മഴ കാരണം ഫ്ളാറ്റുകളിലെ പൈപ്പുകളിൽ വെള്ളം മലിനമായതിനെ തുടർന്ന് വെള്ളം തൽക്കാലത്തേക്ക് ഉപയോഗിക്കരുതെന്ന് മുനിസിപ്പാലിറ്റി അധികൃതർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. മഴക്കെടുതിയിൽ വാഹനത്തിന്റെ നമ്പർ പ്ലേറ്റ് നഷ്ടപ്പെട്ടവർക്ക് അത് പുനഃസ്ഥാപിക്കുന്നതിന് അപേക്ഷകൾ സമർപ്പിക്കാമെന്ന് അധികൃതർ അറിയിച്ചു. അതത് എമിറേറ്റുകളിലെ പോലീസിലാണ് ആദ്യം റിപ്പോർട്ട് ചെയ്യേണ്ടത്. പോലീസിൽ നിന്നുമുള്ള ലോസ്റ്റ് ഐറ്റം സർട്ടിഫിക്കറ്റ് ലഭിച്ചതിന് ശേഷം നഷ്ടപ്പെട്ടതും കേടുപാടുകൾ സംഭവിച്ചതുമായ വാഹന നമ്പർ പ്ലേറ്റുകൾ മാറ്റി ലഭിക്കുന്നതിന് ഗതാഗത അതോറിറ്റികളുടെ വെബ്സൈറ്റുകൾ, ഉപഭോക്തൃ സേവന കേന്ദ്രങ്ങൾ എന്നിവ മുഖേന അപേക്ഷിക്കാം. സേവന നിരക്ക് ബാധകമാണ്. നമ്പർ പ്ലേറ്റ് നഷ്ടപ്പെട്ടാൽ ദുബായിലുള്ളവർ പോലീസിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിച്ച് ലോസ്റ്റ് ഐറ്റം സർട്ടിഫിക്കറ്റിനായി അപേക്ഷ സമർപ്പിക്കണം. അപേക്ഷയുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ സംബന്ധിച്ച വിവരങ്ങൾ SMS അല്ലെങ്കിൽ ഇമെയിൽ മുഖേന ഉപഭോക്താവിന് ലഭിക്കും. 35 ദിർഹം മുതൽ 500 ദിർഹം വരെയുള്ള നമ്പർ പ്ലേറ്റുകൾ ലഭ്യമാണ്. അതേസമയം മഴയെ തുടർന്ന് എമിറേറ്റുകളിലെ വിവിധ തെരുവുകളിലും റോഡുകളിലും അലക്ഷ്യമായി നിർത്തിയിട്ട വാഹനങ്ങൾ ഉടനടി മാറ്റണമെന്ന് പോലീസ് നിർദ്ദേശിച്ചു. ഗതാഗതം സുഗമമാക്കുന്നതിനാണ് ഈ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതിനിടെ വെള്ളക്കെട്ടിൽ കുടുങ്ങിയ വാഹനങ്ങളിൽ നിന്ന് എഞ്ചിൻ ഓയിൽ വെള്ളത്തിൽ പടരുന്നത് ആശങ്കയുണർത്തുന്നുണ്ട്. കനത്ത മഴയെ തുടർന്ന് 100 കണക്കിന് വാഹനങ്ങളാണ് പലയിടത്തുമായി ഉപേക്ഷിക്കപ്പെട്ട നിലയിലുള്ളത്. പുതിയ ന്യൂനമർദ്ദം രൂപപ്പെടുന്നതിനാൽ ഒമാനിൽ വീണ്ടും വരുന്ന ആഴ്ചയിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് ദേശീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. ഏപ്രിൽ 24-നും 25-നും ഇടയിൽ മഴ ലഭിക്കുമെന്നാണ് റിപ്പോർട്ട്. വരും ആഴ്ചയിൽ കാലാവസ്ഥയിൽ വീണ്ടും മാറ്റമുണ്ടാകുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഡയറക്ടർ ജനറൽ അബ്ദുള്ള അൽ ഖാദൂരി വ്യക്തമാക്കി. മദീനയിലെ അമീർ മുഹമ്മദ് ബിൻ അബ്ദുള്ളസീസ് അന്താരാഷ്ട്ര വിമാനത്താവളം മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും മികച്ച പ്രാദേശിക വിമാനത്താവളമായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടു. 3ാം തവണയാണ് മദീന വിമാനത്താവളം തിരഞ്ഞെടുക്കപ്പെടുന്നത്. 2020-21 വർഷങ്ങളിലും 1ാം സ്ഥാനം ലഭിച്ചിട്ടുണ്ട്. വിമാനത്താവള മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവാർഡുകളിലൊന്നായാണ് ഈ അവാർഡിനെ കണക്കാക്കുന്നത്. വിമാനത്താവളങ്ങളിലെ ഉപഭോക്തൃ സംതൃപ്തി സർവേ പ്രകാരം നടന്ന വോട്ടിലൂടെയാണ് അവാർഡ് നൽകുന്നത്. ഇതോടെ ഗൾഫ് വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.